ലിംഗഭേദത്തിന്റെ ജീവശാസ്ത്രം, DNA മുതൽ മസ്തിഷ്കം വരെ. കരിസ സാൻബോൺ മാത്സു, ദ ബയോളജി ഓഫ് ജെൻഡർ ഫ്രം DNA ടു ദ ബ്രെയിൻ. ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിലെ പ്രമുഖ അമേരിക്കൻ സ്ട്രക്ചറൽ ബയോളജിസ്റ്റാണ് കരിസ സാൻബോൺ മാത്സു. RNA ബയോളജി, എപ്പിജെനറ്റിക്സ് എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകുന്നത്. പദാർത്ഥത്തിൽ നിന്ന് ജീവൻ എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ LGBTIQ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന വ്യക്തി കൂടിയാണവർ. DNA മുതൽ മസ്തിഷ്കം വരെയുള്ള ലിംഗഭേദത്തിന്റെ ജീവശാസ്ത്രം എന്ന തന്റെ ടെഡ് ടോക്കിൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങളും ലിംഗസ്വത്വത്തിന്റെ ജെൻഡർ ഐഡന്റിറ്റി, ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തെക്കുറിച്ച് എപ്പിജെനറ്റിക്സ് നൽകുന്ന ഉൾക്കാഴ്ചകളും അവർ പങ്കുവെക്കുന്നു. സാമൂഹിക സ്വത്വവും തന്മാത്രാ ജീവശാസ്ത്രവും മോളിക്യുലർ ബയോളജി തമ്മിലുള്ള അകലം കുറയ്ക്കാൻ സാൻബോൺ മാത്സു തന്റെ ശാസ്ത്രീയ വൈദഗ്ധ്യം ഉപയോഗിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ DNA എന്നത് പിയാനോയിലെ കീസ് പോലെയാണെങ്കിൽ എപ്പിജെനറ്റിക്സ് എന്നത് ആ പിയാനോ വായിക്കുന്ന സംഗീതജ്ഞനെ പോലെയാണ്. DNA എങ്ങനെ വായിക്കപ്പെടുന്നു എന്നും ഏത് കീ ഉപയോഗിക്കണമെന്നും തീരുമാനിക്കുന്നത് എപ്പിജെനറ്റിക്സ് ആണ്. നമ്മുടെ ജീനുകൾ സ്ഥിരമാണെങ്കിലും ചില ബയോകെമിക്കൽ മാർക്കറുകൾക്ക് DNAയുമായി ബന്ധപ്പെടാനും ചില ജീനുകളെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുമെന്ന് അവർ വിശദീകരിക്കുന്നു. ഹോർമോണുകൾ, പരിസ്ഥിതി, ജീവിതാനുഭവങ്ങൾ എന്നിവ ഈ പ്രക്രിയയെ സ്വാധീനിക്കുന്നു. കൂടാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനവും ജനന സമയത്ത് അവർക്ക് നൽകപ്പെട്ട ലിംഗത്തെക്കാൾ അസൈൻഡ് സെക്സ്, അവർ സ്വയം തിരിച്ചറിയുന്ന ലിംഗത്തോടാണ് ജെൻഡർ ഐഡന്റിറ്റി കൂടുതൽ സാമ്യം പുലർത്തുന്നതെന്ന് അവർ പറയുന്നു. ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർ എന്നത് ഒരു വൈദ്യശാസ്ത്രപരമായ പിഴവ്, മെഡിക്കൽ എറർ അല്ലെന്നും മറിച്ച് മനുഷ്യാനുഭവങ്ങളുടെ സ്വാഭാവികമായ വൈവിധ്യമാണെന്നും അവർ സ്ഥാപിക്കുന്നു. അതിനാൽ ലിംഗസ്വത്വം എന്നത് ജീവശാസ്ത്രം, അനുഭവങ്ങൾ, സാമൂഹിക പശ്ചാത്തലം എന്നിവയുടെ ചലനാത്മകമായ പ്രതിപ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതാണെന്ന് സാൻബോൺ മാത്സു വാദിക്കുന്നു. ലിംഗവൈവിധ്യത്തെ മനുഷ്യ ജീവശാസ്ത്രത്തിന്റെ സമ്പന്നതയായി കണ്ട് ആഘോഷിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്യുന്നു.